എന്നോട് കുറച്ച് ആളുകൾ, ഇന്നെ അറിയണ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചോദിച്ച്, ഇങ്ങനെ എന്താണ് നിന്റെ ബാധ്യതകളൊക്കെ തീർന്നല്ലോ പെട്ടെന്ന്, നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചല്ലോ, എന്താ പറ്റിയത്, നീ എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ചിന്തകൾ അങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞു. അപ്പം അതങ്ങനെ, നിന്റെ ബാധ്യതകളൊക്കെ തീർന്ന് നിന്റെ ചിന്ത മാറ്റിയാൽ അങ്ങോട്ട് മാറും. ബാധ്യതകൾ തീർക്കണമെങ്കിൽ സാമ്പത്തികം വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാമ്പത്തികത്തിനുള്ള സോഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ അത് നടക്കാതെ നിൽക്കുമായിരുന്നു കുറേ കാലമായിട്ട്. പിന്നീട് അത് സംഭവിച്ചു. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് പിന്നെ ചോദ്യം. അതാണ് നമ്മുടെ ചിന്തകളുടെ പ്രശ്നം. നമ്മൾ EMI അടയ്ക്കാനുണ്ട് എന്ന് കരുതി നമ്മൾ ഡെയിലി EMIയെ കുറിച്ച് ചിന്തിച്ചു. നമ്മൾ EMI അങ്ങനെ അടയ്ക്കും, അടുത്ത മാസം ഒരു 3000 രൂപ EMI അടയ്ക്കാനുണ്ട്. ആ ചിന്ത നമ്മളുടെ ബ്രെയിനിൽ അങ്ങനെ ട്യൂണായി കിടക്കും. പിന്നീട് നമുക്ക് ആ പൈസ അടയ്ക്കാനൊക്കെ സാധിക്കും. പക്ഷെ സാധിക്കുന്നതിൻ്റെ കാരണം ആ പൈസ നമ്മൾ അടയ്ക്കുന്നതായിട്ടാണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് അടച്ചു കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ ഇവിടെ ഹാപ്പിയാണ്, നമ്മൾ സന്തോഷവാനാണ് എന്ന രീതിയിൽ ഒരു ചിന്ത നമ്മുടെ ബ്രെയിനിൽ ഉത്ഭവിക്കുമ്പോൾ ആ ബ്രെയിൻ ഫ്രീക്വൻസി യൂണിവേഴ്സൽ ഫ്രീക്വൻസിയുമായിട്ട് കണക്റ്റഡ് ആവും. അപ്പം നമ്മൾ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളതിനെക്കുറിച്ച് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് യാഥാർത്ഥ്യമാകും. നമ്മൾ ഒരു വാഹനം വാങ്ങുന്നു, ഒരു കാറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ആ കാറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാറ് വാങ്ങി നമ്മളതിൽ ആ വാഹനം ഓടിച്ചു പോകുന്നതായിട്ട് നമ്മൾ ചിന്തിച്ച് തന്നെ നടക്കണം. നമ്മൾ ആ വാഹനം ഓടിച്ചു പോകുന്നു, നമ്മൾ ആ വാഹനത്തിൽ ഇരിക്കുന്നു, ഡ്രൈവ് ചെയ്യുന്നു. ഈ ചിന്തകൾ നമ്മളെ അതിലേക്ക് ട്യൂൺ ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചില ആളുകൾ പറയുന്നേക്കില്ലേ, നിങ്ങൾ ഇന്ന് ചുവപ്പ് നിറമുള്ള കാറുകളായിരിക്കും കൂടുതൽ കാണുക എന്ന് രാവിലെ അയാൾ മോട്ടിവേഷൻ കേട്ടു. പിന്നീട് അയാൾ പോണ വഴികളിലെല്ലാം ചുമപ്പ് വാഹനങ്ങളാണ് അയാൾ കാണാൻ തുടങ്ങിയത്. അപ്പം അയാൾക്ക് അത്ഭുതമായി പോയി. അയാൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ. യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മുടെ ബ്രെയിൻ ആ ചുമപ്പ് കാറിലേക്ക് ട്യൂൺ ചെയ്തു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ശ്രദ്ധ നമ്മുടെ ബ്രെയിനിൽ ആ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പം പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് മാത്രമേ നമ്മുടെ ശ്രദ്ധ പോവുകയുള്ളൂ. എന്നാൽ അതിന് മുൻപും ആ ചുവപ്പ് കാറുകൾ അതിലേക്ക് പോയിരുന്നു. അപ്പം നമ്മളിലേക്ക് എത്തിപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം ഒരുപാട് ബാധ്യതകൾ, കടബാധ്യതകൾ, ജീവിതത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിച്ച് പോരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പിന്നീട് അതെല്ലാം അവസാനിക്കുകയും ജീവിതത്തിലെ മറ്റൊരു വഴി തുറക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികം എന്നത് ഇപ്പോൾ ഒരു വലിയൊരു ബാധ്യതയുള്ള ഒരു പ്രശ്നമല്ല, എന്നല്ലെങ്കിൽ മറ്റൊരു വഴി അവിടെ തോന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് നമ്മുടെ ചിന്തകൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഭാഗം. അപ്പം എന്നോട് ഞാൻ ഈ അക്ഷയയിൽ ഇങ്ങനെ പോയിരിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് ഇങ്ങനെ വലിയ ഡയലോഗൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി ഇങ്ങനെ വന്ന് പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം ഒന്ന് മാറ്റിത്തരും, കാരണം അയാളെ കുറേ കൊണ്ട് ചികിത്സിച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്നത് മാറിയാൽ മതി, നിങ്ങളുടെ ചിന്ത മാറ്റിക്കോളൂ, അയാളുടെ മദ്യപാനം മാറിക്കിട്ടുള്ളൂ. എങ്ങനെ മാറും? അതായത് അയാൾ മദ്യപിച്ച് വരുന്നതായിട്ട് ആ ഭാര്യ അയാൾ വരുന്നതിന് മുൻപേ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. അയാൾ വരുന്നത്, അയാൾ സംസാരിക്കുന്നത്, അയാൾ നടക്കുന്നത്, അയാളുടെ എല്ലാ ഭാഗങ്ങളും ഡെയിലി ഉച്ചയ്ക്ക് ശേഷം ആ സ്ത്രീ ചിന്തിച്ചു തുടങ്ങുന്നു. അത് റിയാലിറ്റിയിലേക്ക് ആ സ്ത്രീയിലേക്ക് തന്നെ അത് എത്തിക്കും. എന്നാൽ ആ ചിന്ത മാറ്റിയിട്ട് നിങ്ങളുടെ ഭർത്താവ് നല്ലൊരു മനുഷ്യനായി അയാളുടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതായി നിങ്ങൾ ചിന്തിക്കൂ. ആ ചിന്തയോടുകൂടി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കൂ. ചിലപ്പോൾ അന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ
ആ പഴയ രീതിയിൽ ആവർത്തിക്കപ്പെട്ടാലും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ആ വരുന്ന ചിന്ത യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കൊള്ളും. അതായത് അയാൾ നല്ല മനുഷ്യനായി മദ്യപിക്കാതെ വരുന്ന ആ ഒരു സീൻ നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിപ്പെടും. നിങ്ങൾ എന്തു ചിന്തിക്കുന്നുവോ അത് യാഥാർത്ഥ്യത്തിൽ എത്തിപ്പെടും. അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക. സമ്പത്തുള്ള ആളോടൊപ്പം നടക്കുന്നതിനേക്കാൾ പ്രധാനം സമ്പന്നതയുടെ ചിന്തയിലേക്ക് തൻ്റെ ബ്രെയിനെ ട്യൂൺ ചെയ്ത് മാറ്റുക. അപ്പോൾ സമ്പത്ത് തന്നെ വരും. ജീവിതം അങ്ങനെയാണ്. മനുഷ്യൻ്റെ ബ്രെയിനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ബ്രെയിനിലേക്ക് കൊടുക്കുന്ന സിഗ്നല് മനസ്സിൻ്റെതാണ്. മനസ്സ് എന്തു കൊടുക്കുന്നു അതായിരിക്കും ബ്രെയിൻ ചിന്തിക്കുക. താൻ പ്രേമിച്ച പെൺകുട്ടി മറ്റൊരാളോടൊപ്പം സംസാരിക്കുന്നത് കണ്ടതിന് ശേഷം അയാൾ വീണ്ടും ചിന്തിച്ചു തുടങ്ങുകയാണ്, അവനുമായിട്ട് ഇവൾക്ക് എന്തോ ഒരു ബന്ധമുണ്ടല്ലോ എന്ന്. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല. പക്ഷെ പിന്നീട് അത് അങ്ങനെയാണ് എന്ന് തെളിയിക്കപ്പെടും. കാരണം അതങ്ങനെയായി മാറും. അത് നിങ്ങളുടെ ചിന്തകളുടെ പ്രശ്നമാണ്. ആ ചിന്ത മാറ്റിയാൽ അവർ ഒരു സൗഹൃദ ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ അവിടെ തീരെ പ്രശ്നം. നിങ്ങളെ വിട്ട് അവൾ പോകുകയുമില്ല, നിങ്ങളൊപ്പം അവൾ ഉണ്ടാകും. കാരണം ആ ചിന്തയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.